ഹായ് ഓൾ, ഞാനിന്ന് വന്നിട്ടുള്ളത് കിഡിലൻ ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. മസ്റ്റ് ട്രൈ ആണ്, ഹെൽത്തി ആണ്, 2 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റും. എന്താ പറയുക, ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ സ്വർഗം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലെടുക്കണം. ഞാനിവിടെ പാലും വെള്ളമാണ് എടുത്തിട്ടുണ്ടായത്. വെയിറ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ പാലും വെള്ളം എടുക്കുക. എന്നിട്ട് പാലും വെള്ളം ഒരു അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒരു ഗ്ലാസ് ആക്കി. എന്നിട്ട് പിന്നെ നമ്മൾ പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് ഓട്സ് ഉണ്ടാവും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമല്ലോ, വെന്ത് വരും. ഒരു തിള ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓട്സ് പെട്ടെന്ന് തന്നെ വേവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡറാണ്. ഈ സാധനം എന്ന് വെച്ചാൽ ഇത് മധുരം ആഡഡ് ആണ് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഷുഗർ കട്ടൊന്നുമല്ല, എന്നാലും കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും കൊണ്ട് അതുകൊണ്ട് ഞാനൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ സാധാ കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇൻറ്റൻസിഫൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സീഡ് സീഡ് മിക്സ് ആയിട്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ, അത് നമുക്ക് ഫുള്ളർ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പെട്ടെന്ന് തന്നെ വിശപ്പടങ്ങുകയും നമുക്ക് പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും വിശക്കൂല. ഇതൊക്കെ നട്ട്സും സീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ നട്ട്സും സീഡ്സൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഒരു ഫുള്ളർ മീലായിട്ട് ഫീൽ ചെയ്യാം, നമുക്ക് നമ്മളെ സ്റ്റൊമക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നട്ട്സും സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ സീഡ് മിക്സ് ആണ് കേട്ടോ, ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങാനൊന്നും നിന്നിട്ടില്ല, സീഡ് മിക്സ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് വാങ്ങുന്നു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്ത ഒരാളാണ്, ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. ഇത് എത്ര വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു ദിവസം ചീറ്റ് ഡേ ആണെങ്കിൽ ഒരു ദിവസം ഡയറ്റ്, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഡയറ്റിലാണെന്നൊന്നും അഭിമാനത്തോടെ പറയൂല. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാനൊരു ഫുഡ് ലവർ ആയതുകൊണ്ട് ഒന്നാമത്. അപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിന് ഹണിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ ചിയാ സീഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. കാരണം സീഡ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുന്ന സാധനമാണല്ലോ ചിയാ സീഡ്. അപ്പോൾ ഇതിലൊന്ന് ഇതായിക്കോട്ടെ, സോക്കായിക്കോട്ടെ എന്നും കൊണ്ട് ഞാനൊരു 2-3 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ, ഓവർ വെച്ചിട്ടുണ്ടായില്ല. 2-3 മിനിറ്റിന് ഉടനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിക്കാനോ ആക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതേ മിക്സ് ഫ്രിഡ്ജിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ചൂടാക്കാണ്ട്, അപ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് അതിങ്ങനെ കുതിർന്ന് ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് സെറ്റാവും. പക്ഷെ ഞാനിതിപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ചിൻ്റെ ടൈമിൽ എനിക്ക് ലഞ്ചിന് പകരം കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. 2 മിനിറ്റ് കൊണ്ട് റെഡിയാവുകയും ചെയ്തതിന്. കിഡിലൻ ടേസ്റ്റാണ്. ടേസ്റ്റ് മസ്റ്റ് എന്ന് പറയേണ്ടത്, അത്രയും ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.